ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും ഒരുക്കത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗെത്സമനി തോട്ടം അഥവാ ഗെത്സമനി. ജെറുസലേമിന് കിഴക്ക് ഒലിവുമരയ്ക്കരികെ കെദ്രോൻ അരുവിയുടെ കുറുകെ സ്ഥിതി ചെയ്യുന്ന ഈ തോട്ടം ഹെബ്രായ ഭാഷയിൽ ഗെത്ശാമാനിം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ അർത്ഥം എണ്ണച്ചക്ക് എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഒരുക്കത്തിന് ഏറ്റവും സാക്ഷ്യം വഹിച്ച സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗെത്സമനി തോട്ടം. ഇന്നത്തെ ശാസ്ത്ര സമൂഹത്തിൻ്റെ കണ്ടെത്തലനുസരിച്ച് അവിടെയുള്ള 8 ഒലിവ് മരങ്ങൾക്ക് 900 വർഷത്തിലേറെ പഴക്കമുണ്ട്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഗെത്സമനി തോട്ടത്തിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് വിവരിക്കുന്നത് മത്തായി സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 46 വരെയും, ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 32 മുതൽ 42 വരെയും, മാർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 32 മുതൽ 42 വരെയും, ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുമുള്ള വാക്യങ്ങളാണ്. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. യേശുവിൻ്റെ മാനുഷിക ഭാവത്തിൻ്റെ പൂർണ്ണത നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗെത്സമനി തോട്ടത്തിൽ വെച്ചാണ്. പീഡാനുഭവവും കുരിശുമരണവുമാകുന്ന പാനപാത്രം തന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന യേശു അവിടുത്തെ നിശബ്ദതയ്ക്ക് ശേഷം പിതാവിൻ്റെ ഹിതത്തിന് സ്വയം കീഴ്പ്പെടുന്നു. യേശുവിൻ്റെ അഗാധമായ മനോവേദന വ്യക്തമാക്കുന്ന ഭാഗമാണ് ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണുവെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം യേശുവിനെ ആശ്വസിപ്പിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. തന്നെ ആശ്വസിപ്പിക്കുമെന്ന് യേശു കരുതിയ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ തളർന്നുറങ്ങുന്നത് കാണുമ്പോൾ യേശു അവരോട് പ്രലോഭനങ്ങൾ അകപ്പെടാതിരിക്കാൻ ഉണർന്നിന്ന് പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ചുംബനം കൊണ്ട് തന്നെ ഒറ്റിക്കൊടുക്കാൻ വന്ന ശിഷ്യനായ യൂദാസിൻ്റെയും കൂട്ടരുടെയും സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഗെത്സമനി തോട്ടത്തിലെ വിവരണങ്ങൾ പര്യവസാനിക്കുകയാണ്. വിശ്വാസികളായ നമ്മുടെ ഓരോ ജീവിതത്തിലും ഓരോ ഗെത്സമനി അനുഭവങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുന്ന അനുഭവങ്ങൾ, ചെയ്യാത്ത തെറ്റിന് വിധിക്കപ്പെടുമ്പോൾ, പാപഭാരത്താൽ തളരുമ്പോൾ, അഗാധമായ കടക്കണിയിൽ വീഴുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കേണ്ടത് പ്രാർത്ഥനയിലാണ്. യേശുവിനെ ആശ്വസിപ്പിക്കുവാൻ സ്വർഗത്ത് നിന്ന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവത്തിൻ്റെ കരം നമ്മെ സഹായിക്കാൻ തീർച്ചയായും ഒപ്പമുണ്ടാകും. അങ്ങനെ ഒരു വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിന്നാൽ നമുക്ക് വിജയകരമായ ക്രിസ്ത്യ ജീവിതം പൂർത്തിയാക്കാൻ സാധിക്കും. ഓരോ ദുഃഖവെള്ളിക്ക് ശേഷം ഉയർപ്പ് ഞായർ ഉണ്ടായേ മതിയാകൂ. നമ്മുടെ വേദനകളുടെ ഓരോ നിമിഷവും കടന്നു പോയേ മതിയാകൂ എന്ന ബോധ്യത്തിൽ നമുക്ക് സ്ഥിരപ്പെടാം, ശക്തിപ്പെടാം. പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്ന, സ്ഥിരപ്പെടുന്ന ഒരു നോമ്പുകാലം എല്ലാവർക്കും ആശംസിക്കുന്നു. ആമേൻ.